ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. എന്തെങ്കിലും ആരതിക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ സൂര്യക്കാണെങ്കിൽ വലിയൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. പറയാൻ വാക്കുകളില്ല. എനിക്കിങ്ങനെ സർപ്രൈസുകൾ കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യ പോകുന്നത്. അങ്ങനെ ഇവർ ആ ഭിക്ഷാടകരുടെ അടുത്തെത്താണ്. അപ്പോൾ അവരെ കാണുമ്പോൾ അവരെല്ലാവരും കൂടി ഇവരെ കാണുമ്പോൾ ഓടി വരികയാണ്. എന്നിട്ട് സാറേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സാറ് ഈ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയവും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാൻ ആ സമയം ഇവിടെ ഓടിയെത്തിയിരിക്കും, ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല എന്ന് പറയണേ. അങ്ങനെ സാറേ എന്ന് പറഞ്ഞ് വിളിക്കണേ. അയ്യോ, നിങ്ങൾക്ക് തരാനുള്ളത് തരാൻ ഞാൻ മറന്നൂലേ? കുഴപ്പമില്ല, ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കയ്യിൽ 500ൻ്റെ നോട്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന അവർക്ക് വലിയ സന്തോഷമാവാണ്. അപ്പോൾ അവർ പറയണേ, എന്തായാലും വാക്കുകളില്ല സാറേ, സാറ് വരുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഒന്നും രണ്ടും ഇട്ട് തരുന്ന സ്ഥാനത്ത് 500 കിട്ടുന്നത്. സത്യം പറയുകയെങ്കിൽ സാറിന് നല്ലതേ വരത്തുള്ളൂ. സാറിനെ പോലെ ഒരു നന്മയുള്ള ആളെവിടെയും കിട്ടില്ല മോളെ. നീ ഒരു ഭാഗ്യവതിയാണ്, നീ കൊടുത്തു എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും നല്ല ഒരു പെൺകുട്ടിയാണ് നീ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഭർത്താവിനെ തനിക്ക് കിട്ടിയത്. ഇത് ഇങ്ങനെ ഒരു ഭർത്താവിനെ എവിടെയും കിട്ടില്ല എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ട് ആ ഭിക്ഷാടകർ ഓരോരുത്തരായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് നന്ദിനിയുടെ നെഞ്ചിൽ വല്ലാതെ തറക്കണം കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നന്ദിനിയുടെ കാല് ചെറുതായിട്ട് സ്ലിപ്പാവാണ്. അതോടുകൂടി നന്ദിനി അയ്യോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭിക്ഷാടകർ പറയാണ്, സാറേ ആ കൊച്ചിൻ്റെ കാല് സ്ലിപ്പായതാണ്, കുറച്ച് നേരത്തേക്കൊന്നും നടക്കാൻ കഴിയില്ല, സാർ ഇതിനെ തൂക്കി പിടിച്ച് സാർ അതിൻ്റെ കൈ പിടിച്ചിട്ടൊന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ പിന്നീട് ഒന്നും നോക്കില്ല, നന്ദിനിയെ തൻ്റെ കൈകളിൽ കോരിയെടുക്കുമ്പോൾ നന്ദിനി പോലും ഞെട്ടിപ്പോവാണ്. ഇത്രയും പെട്ടെന്ന് സൂര്യ സാർ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. നന്ദിനിയുടെ ഉള്ളിൽ പ്രണയമില്ലായിരുന്നു. ആ പ്രണയം ഓരോ ദിവസവും അടുപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ സൂര്യ ചെയ്യുന്നത്. അങ്ങനെ ഈ സമയം നന്ദിനി ഒരു നിമിഷത്തേക്ക് എല്ലാം മറക്കുകയാണ്. അങ്ങനെ സൂര്യയെ ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കുകയാണ്. സൂര്യയാണെങ്കിൽ നന്ദിനിയെ ആ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോരുമ്പോൾ ഉടൻ തന്നെ ഭിക്ഷാടകർ പറയണേ, ഈ കുട്ടി ഭാഗ്യവതിയാണ്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. ഈ കുട്ടി മുമ്പ് എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ നന്ദിനിയുടെ ചെവിയിൽ ഇങ്ങനെ അലടിച്ച് കേൾക്കുന്നത് പോലെ കേൾക്കണം കേട്ടോ. അങ്ങനെ നന്ദിനി ഈ ഒരു വാക്കുകൾ കേട്ട് ഇങ്ങനെ സൂര്യ ഇങ്ങനെ നോക്കുകയാണ്. സൂര്യയാണെങ്കിൽ തൻ്റെ ആ ഒരു കയ്യിൽ കോരിയെടുത്ത് നന്ദിനിയെ കാറിൽ കൊണ്ടേ ഇരുത്താണ്. അതിനുശേഷം നന്ദിനിയുടെ ചെരുപ്പ് അവിടെ ഉണ്ടാവുമല്ലോ, ആ ചെരുപ്പും സൂര്യ നന്ദിനിയുടെ കാലിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേ സമയം നന്ദിനി ആകെ ഒരു എന്താ പറയേണ്ടതെന്നറിയില്ല. അത്രയും വലിയൊരു ഷോക്കിൽ തന്നോടുള്ള പ്രണയം കാണുമ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. താൻ അകന്നകന്ന് പോകുമ്പോൾ സൂര്യ സാർ എന്നിലോട്ട് അടുത്തടുത്ത് വരികയാണ് രക്ഷ ചെയ്യുന്നത് എന്നിങ്ങനെ നന്ദിനി ചിന്തിക്കുന്നു കേട്ടോ. ഇതേ സമയം ഭിക്ഷാടകരോട് യാത്ര പറഞ്ഞ് സൂര്യ വണ്ടി എടുക്കുകയാണ്. ഈ സമയം സൂര്യയെ തന്നെ ആ കണ്ണാടിയിലൂടെ ഇങ്ങനെ നന്ദിനി നോക്കുകയാണ്. ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ എന്ത് പറ്റിയടോ, താൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, അതെന്താണ് താൻ എന്നെ നോക്കുന്നത്? അത് തന്നെയാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. സാറിന് എന്താണ് ഞാനിങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിപ്പോൾ ചോദിച്ചത് തിരിച്ചെങ്ങോട്ട് ചോദിക്കുന്നു? എന്താണ് താൻ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്യണം കേട്ടോ. പിന്നീട് സൂര്യ നന്ദിനി പറഞ്ഞതുപോലെ ആദ്യം പോവേണ്ടത് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്ദിനി ഇറങ്ങുന്നില്ല. പിന്നെ എടോ താനെന്താടോ ഇറങ്ങാത്തതെന്ന് പറഞ്ഞ് ഗ്ലാസ്സിൽ തട്ടുമ്പോഴും നന്ദിനി ഇറങ്ങുന്നില്ല. അങ്ങനെ സൂര്യ ഗ്ലാസ് അതായത് വണ്ടിയുടെ ഡോറ് തുറന്ന്, നന്ദിനി നീ എന്തായി ചിന്തിക്കുന്നത്? അപ്പം നന്ദിനി മനസ്സ് പിടിവിട്ട് പോയിരിക്കുകയാണ്, എവിടേക്കോ എത്തിയിരിക്കുന്നു. സൂര്യ തന്നെ എടുത്തതും മൊത്തത്തിലുള്ളത് ആലോചിക്കുമ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല. നന്ദിനി ആ ഒരു പ്രണയത്തിലോട്ട് അങ്ങ് ആഴ്ന്നു പോയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇവിടെ താനെവിടെയോടോ? ഒന്നുമില്ല സൂര്യ സാർ, താനെന്താ കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്? പകൽ കിനാവാണ്. ചെറുതായി ഒന്ന് കണ്ടു എന്ന് നന്ദിനി പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ സൂര്യ വാ നമുക്കിനി ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഡ്രസ്സിൻ്റെ കടയിലോട്ട് കയറുക. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, സാറേ എന്താ വേണ്ടത്? അപ്പോൾ നന്ദിനി പറയാണ്, ഷർട്ട് വേണം, പാൻറ്റ് വേണം, തുണി വേണം, അതുപോലെ തന്നെ സാരി വേണം എന്നൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ ശരി നീ എടുത്തിട്ട് വാ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറയണേ. അത് കേൾക്കുന്ന നന്ദിനി അയ്യോ അത് പറ്റത്തില്ല, അത് വേണ്ടോ, ഞാനെടുത്ത നീ പറയും അത് നന്നായില്ല, അതിൻ്റെ കളറ് രസമില്ല, അത് ചേരില്ല എന്നൊക്കെ
എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഞാനിവിടെ ഇരിക്കല്ലേ, അപ്പം ഞാനിവിടെ ഇരിക്കാൻ നീ എടുത്തങ്ങ് വന്നോ, ബില്ല് ഞാനിവിടെ വന്ന് അടച്ചോളാം. അത് പറ്റത്തില്ല സൂര്യ സാർ എൻ്റെ കൂടെ വരണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇവർ സാരി എടുക്കാൻ വേണ്ടി ശരിയെന്നും പറഞ്ഞ് സാരി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യയെ അമ്പരിപ്പിച്ചും കൊണ്ട് നന്ദിനിയുടെ ഓരോ പറച്ചിലാണ് കേട്ടോ. സൂര്യ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി സാരിയുടെ കളറ് പറയുന്നത്, അതെ ഇരിക്കുന്നില്ലേ, ഇരിക്കുന്ന മയിലിൻ്റെ കഴുത്തിലുള്ള കളറ് അതാ സാരി, അതാണ് വേണ്ടത്. പിന്നെ മജന്ത, പിന്നെ ഇരിക്കുന്നത് അതാ മാങ്ങയുടെ ഇലയില്ലേ, തൂമ്പ് വരുന്ന ഇല, അതിൻ്റെ കളറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തുടങ്ങാനായിട്ട്. ഇത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ വല്ലാത്തൊരു അത്ഭുതമാണ്. എല്ലാവരും റെഡ്, മഞ്ഞ, നീല, ചുവപ്പ് എന്നൊക്കെ പറയാറ്, താൻ എന്തൊക്കെയാണോ കളറ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതെന്തോന്നാ? അങ്ങനെയൊക്കെ ഉണ്ട് സാറേ കളറ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളറെടുക്കുക. മാങ്ങയുടെ കളർ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു മാവിൻ്റെ മുകളിൽ ഒരു പുതിയ ഇല കിളിർത്ത് വരുമ്പോൾ കിളിർത്ത് വരുന്ന ഇലയ്ക്ക് ഏകദേശം ഒരു മഞ്ഞയും ചുവപ്പും പച്ചയും 3 കളറിന് മിക്സ്ഡ് കളറായിരിക്കില്ലേ. അയ്യോയ്യോ, വല്ലാത്ത കണ്ടുപിടുത്തമാണല്ലോ ഇത്. അതാണ് സാറേ, അതാണ് അങ്ങനെ പറഞ്ഞത്. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിൽക്കുകയാണ്. പിന്നീട് ഒരു സാരി എടുക്കുന്നുണ്ട്, അതിന് 15,500. ഇതെങ്ങനെയുണ്ട് സാറേ? ഇത് നല്ല സാരി. അടുത്ത സാരി എടുക്കുന്നു 5,500. ഇതെങ്ങനെയുണ്ട് സാറേ? ഇതും നന്ദിയെന്ന് പറയണേ കേട്ടോ. ഇതെന്തിനാ 2 സാരി? അത് പിന്നെ സാറേ 15,500ൻ്റെ സാരി അത് എന്നൊക്കെ പറഞ്ഞ്, തനിക്കെടുക്കാനാണോ? അത് കേട്ട ഉടൻ തന്നെ നന്ദിനി, എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. തൻ്റെ മാറ്റം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. അത് കേട്ട ഉടൻ തന്നെ സൂര്യയോട് നന്ദിനി പറയേണ്ട, സാറിനെ വല്ലാതെ മാറ്റിപ്പിച്ച് കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ, തനിക്കിങ്ങനെ കോസ്റ്റ്ലി ഡ്രസ്സുകൾ എടുക്കുന്നത് ഇഷ്ടമില്ലെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ എടുത്തു തരാതിരുന്നത്. അത് കുഴപ്പമില്ല, തനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ താനെടുത്തോളോ എന്നും പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയോട് സാരി എടുക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ സാറേ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് തുണിയും ഷർട്ടും എടുക്കാൻ വേണ്ടി പോവാം. ശരി, ഓക്കെ വാ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ സൂര്യ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. സൂര്യ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് നന്ദിനി കാണാം ഓരോ ഷർട്ട് എടുത്ത് സൂര്യയുടെ ദേഹത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന കേട്ടോ. അത് സൂര്യ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നന്ദിനി ഇത് ഇല്ല ഇത് അടുത്തത് ഇല്ല, അടുത്തത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതും സെറ്റാകുന്നു കേട്ടോ. എന്നാൽ ഇനി പോവല്ലേ, ഇനി ഒരു പാൻറ്റും ഷർട്ടും വേണം. അങ്ങനെ പാൻറ്റ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് അതും ഇങ്ങനെ ഓരോന്നായി എടുക്കുകയാണ്. ഇതേ സമയം നന്ദിനിക്കാണെങ്കിലോ, നന്ദിനിയുടെ ഓരോ പ്രവൃത്തിയും സൂര്യ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവാണ്. ഈ കളർ അതൊക്കെ സൂര്യയുടെ ദേഹത്ത് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് സൂര്യയെ വല്ലാതെ അത്ഭുതപ്പെടുത്താണ് കേട്ടോ. പിന്നീട് ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നന്ദിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇനി അടുത്ത പരിപാടി എന്താ, കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം. എന്നിട്ട് ഫ്രൂട്ട്സ് കടയിൽ കയറാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ഓറഞ്ച്, ആപ്പിള് എന്നിങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ എടുത്തിടുമ്പോൾ സൂര്യ അതിൽ നിന്ന് ഓരോ ഫ്രൂട്ട്സ് എടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നന്ദിനി പറയണേ, സൂര്യ സാർ എന്താ ഈ കാണിക്കുന്നത്? ഇത് ഒരു ഫ്രൂട്ട്സ് എടുക്കാൻ പോലും സൂര്യ സാറിന് അറിയില്ലേ? എന്താ ഈ കാണിക്കുന്നത്? ഞാനെടുത്തത് നീ എടുത്ത പോലെ തന്നെയാണ്. അതൊന്നും പറ്റത്തില്ല, അതൊന്നും നല്ലൊരു ഫ്രൂട്ട്സ് അല്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാൻ കേട്ടോ. പിന്നീട് ഇവർ നേരെ പോകുന്ന ആരതിയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ ആരതിയുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുകയാണ്. അതിനിടയ്ക്ക് സൂര്യ നന്ദിനി എടുത്ത് വെച്ച ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഇതെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. അത് കേടാണ്. ഇത് താനെ എടുത്ത് വെച്ചത് തന്നെയാടോ, അതിൽ നിന്ന് എടുത്ത് നോക്കിയതാണ്. സൂര്യ സാർ എന്തായി കാണിക്കുന്നത്, മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ കേട്ടോ. താൻ വല്ലാതങ്ങ് മാറിയല്ലോ, താൻ ഒരു പുതിയൊരാളായതുപോലെ എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നന്ദിനി ഒന്നും ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ അധികാരങ്ങളും കാണിച്ചു തുടങ്ങുകയാണ് നന്ദിനി. ഇതേസമയം ആരതിയുടെ വീട്ടിൽ നന്ദിനി എത്തണം. ആരതിയുടെ വീട്ടിലെത്തുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ആരതി വിജയും കൂടി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. വിവേകും കൂടി അങ്ങോട്ട് കയറി വരണം. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയല്ലോ മച്ചാ, എന്താ എന്നെ വിളിച്ചു പറയാഞ്ഞത്? താൻ എന്നെ വിളിച്ചു പറയായിരുന്നെങ്കിൽ അതിനെന്താ ആവശ്യമില്ല, വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, നിൻ്റെ വീട്ടിലോട്ട് എപ്പോൾ വരാമല്ലോ. അപ്പോൾ ആരതി ചോദിക്കണം, നന്ദിനി നീ ഈ വിളിച്ചു പറയാൻ
അറിയായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അല്ല, ഞങ്ങളെ അകത്ത് കയറ്റാതെ നിങ്ങൾ പുറത്ത് നിർത്തി സംസാരിക്കാനുള്ള പരിപാടിയാണോ എന്നും ചോദിച്ചിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറുന്നത്. വാടാ, കയറി വാ എന്ന് പറയാണ്. അങ്ങനെ ഇവരുടെ കയ്യിൽ പുതിയൊക്കെ കാണുമ്പോൾ വിവേക് ചോദിക്കുക, ഇതൊക്കെ എന്താ, ഇതെന്ത് പുതിയാണ്, ഇതിൽ നിന്ന് ഇതെന്താ സംഭവം എനിക്കറിയില്ല, ഇത് നോക്കട്ടെ, നീ കൈയിടല്ലടാ, അവിടെ വെക്കടാ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ആരതിയോട് നന്ദിനി പറയണേ, നീ ഒരു തട്ടെടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കണം, ഒരു തളിക എടുത്ത് വരുമോ എന്ന് ചോദിക്കാണ്. അത് കേട്ടോടും തന്നെ അതെന്തിനു എന്ന് ചോദിക്കുമ്പോൾ, നീ എടുത്ത് വാ എന്നിട്ട് പറയാം അതെന്തിനാണെന്നുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ശരി എടുത്തു വരാമെന്ന് പറയണേ. പിന്നീട് ആ തളിക കൊണ്ടുവന്ന പാടെ നന്ദിനി അതിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുക ഒക്കെ ചെയ്യാണ്. എന്നിട്ട് ഈ സമയം നന്ദിനി ആണെങ്കിലോ സൂര്യയുടെ കൈകൾ കൊടുത്തിട്ട് സൂര്യയോട് അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഒരു 5001 രൂപ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൂര്യ അതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ തളികയെല്ലാം അതിൻ്റേതായ സെറ്റാക്കി വെച്ചതിന് ശേഷം സൂര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ, പെങ്ങൾ കുട്ടിക്ക് കൊടുക്കുക, പെങ്ങൾക്ക് ഇന്നേ വരെ ഒരു കടമയും ചെയ്തിട്ടില്ലല്ലോ. അത് കേൾക്കുന്ന ആരതിയുടെ കണ്ണ് നിറയാണ് കേട്ടോ. അപ്പോൾ തന്നെ സൂര്യ പറയണേ, ആരതി, ഞാൻ ഇതുവരെ എനിക്ക് ഒരു കടമയും ചെയ്തിട്ടില്ല. സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും എനിക്കറിയില്ല. ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി നീ സങ്കടപ്പെടണ്ട, നിനക്ക് എല്ലാ ആഘോഷങ്ങളും ഞാൻ ചെയ്തു തരും. ഇനി ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും നിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു തട്ട് ഞാൻ എത്തിച്ചിരിക്കും. അയ്യോ, ഇതൊക്കെ എന്താടാ നീ കാണിക്കുന്നത്, നീ രണ്ടാലും ചേർന്ന് നിൽക്കുന്നത്, എന്തിനേയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തലക്ക് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവർക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയ സന്തോഷം ആരതിക്കും വിവേകിനും ആവുകയാണ് കേട്ടോ. കാരണം ആരതി പറയണേ, എനിക്ക് 2 ആങ്ങളാരും ഉണ്ടായിട്ടും അവരാരും എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് തിരിഞ്ഞ് നോക്കാതിരിക്കുമ്പോൾ നന്ദിനി നീ ഇതെല്ലാം പറഞ്ഞ് ജീവിപ്പിച്ചപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെയാണ് നന്ദിനിയോട് പറയുന്നുണ്ട്. ഇതേ സമയം സൂര്യ പറയണേ, ഇനി എന്തായാലും നിനക്ക് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആരതി പറയണേ, ഈ ഒരു തട്ട് ഏട്ടൻ എൻ്റെ കൈകളിൽ വെച്ച് തന്നപ്പോൾ എനിക്കിപ്പോൾ എല്ലാ കൂടപ്പിറപ്പുകളും ഉള്ളതുപോലെ മറ്റേതൊരു ആഘോഷങ്ങൾ വരുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.